വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ അധ്യായമായ സബ് ഡിവിഷൻ ഓഫ് ജേണൽ ഓർ സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നേരിട്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നെയിം എനി ഫോർ സ്പെഷ്യൽ ജേണൽസ് യൂസ്ഡ് ഇൻ എ ലാർജ് ബിസിനസ്. ഒരു വലിയ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന 4 സ്പെഷ്യൽ ജേണലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ക്യാഷ് ബുക്ക്, 2 പർച്ചേസ് ബുക്ക്, 3 സെയിൽസ് ബുക്ക്, 4 ജേണൽ പ്രോപ്പർ. ഇവയാണ് ഒരു വലിയ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 4 സ്പെഷ്യൽ ജേണലുകൾ. അടുത്തൊരു ക്വസ്റ്റ്യന് 2019 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മിഷനറി പർച്ചേസ്ഡ് ഫ്രം ഷീബ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓൺ ക്രെഡിറ്റ് ഇൻ. ഷീബ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നും മിഷനറി നമ്മൾ കടത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ബുക്കിലാണ് കാണിക്കുക എന്നാണ് ക്വസ്റ്റ്യന് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ പർച്ചേസ് ഡേ ബുക്ക്, ഓപ്ഷൻ ബി പർച്ചേസ് ലെഡ്ജർ, ഓപ്ഷൻ സി ജേണൽ പ്രോപ്പർ, ഓപ്ഷൻ ഡി ക്യാഷ് ബുക്ക്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ജേണൽ പ്രോപ്പർ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കാരണം നമ്മൾ ഇവിടെ മിഷനറി പർച്ചേസ് ചെയ്തത് കടത്തിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, ക്രെഡിറ്റ് പർച്ചേസ് ആണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ അസറ്റ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയാൽ കടത്തിനാണ് അസറ്റ് വാങ്ങിയതെങ്കിൽ അത് നമ്മൾ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് കാണിക്കുക. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ജേണൽ പ്രോപ്പർ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺട്രാ ട്രാൻസാക്ഷൻ ഇൻ 2 കോളം ക്യാഷ് ബുക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2 കോളം ക്യാഷ് ബുക്ക്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ കോൺട്രാ ട്രാൻസാക്ഷൻ, കോൺട്രാ എൻട്രി അല്ലാത്ത ട്രാൻസാക്ഷൻ ഏതാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. താഴെ 4 ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്, 4 ഇടപാടുകൾ തന്നിട്ടുണ്ട്. അതിൽ കോൺട്രാ എൻട്രി അല്ലാത്ത, അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേപോലെ വരാത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന് കണ്ടെത്താനാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ അത് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കും, ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. കാരണം ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ഇത് ബാങ്ക് അക്കൗണ്ടിലും കാണിക്കും, ക്യാഷ് അക്കൗണ്ടിലും കാണിക്കും. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് സൈഡിലും കാണിക്കും, ക്യാഷ് സൈഡിലും കാണിക്കും. അടുത്തത് ഓപ്പൺ എ ന്യൂ അക്കൗണ്ട് വിത്ത് ബാങ്ക്. ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി, അതിൻ്റെയും ജേണൽ എൻട്രി എങ്ങനെ തന്നെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ബാങ്ക് സൈഡിലും കാണിക്കും, ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് സൈഡ് ബാങ്ക് കോളത്തിലും കാണിക്കും, ക്യാഷ് കോളത്തിലും കാണിക്കും. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും അല്ല ഉത്തരം. ഓപ്ഷൻ സി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഇതൊരു കോൺട്രാ എൻട്രി അല്ല. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒരു കോൺട്രാ എൻട്രി അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ ഡി ഒരു കോൺട്രാ എൻട്രി ആണ്. കാരണം അത് ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണ് ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നത്. ഓഫീസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പണം എടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരു കോൺട്രാ എൻട്രി അല്ലാത്തത് ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം.
അടുത്ത ക്വസ്റ്റ്യന് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഈസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ബി സെയിൽസ് ബുക്ക്, ഓപ്ഷൻ സി പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദീസ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആൾ ഓഫ് ദീസ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കാരണം ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യമായിട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെയ്യുന്ന പുസ്തകത്തിനെയാണ് നമ്മൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയപ്പെടുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിലേക്ക് എഴുതുന്നതിന് മുമ്പേ ആദ്യം ക്യാഷുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ ആദ്യം നമ്മൾ സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ സെയിൽസ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക. പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻ നമ്മൾ പർച്ചേസ് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് ബുക്കിലാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ്. ആൾ ഓഫ് ദീസ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2018 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ഫ്രം മിസ്റ്റർ എക്സ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഡാഷ്. മിസ്റ്റർ എക്സിൻ്റെ അടുത്തു നിന്നും കടത്തിന് കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക എന്നതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റാണ്. ഈ അസറ്റ് മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത്, ക്യാഷിനല്ല പർച്ചേസ് ചെയ്യുന്നത്, ക്രെഡിറ്റിനാണ്, കടത്തിനാണ് വാങ്ങുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അസറ്റ് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത്, അസറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അസറ്റ് ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ അത് നമ്മൾ ഏത് ബുക്കിലാണ് കാണിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പർച്ചേസ് ബുക്ക്. ഓപ്ഷൻ എ പർച്ചേസ് ബുക്കല്ല. കാരണം പർച്ചേസ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ കാണിക്കുക. സാധനങ്ങൾ കടത്തിന് വാങ്ങുന്നതാണ് നമ്മൾ പർച്ചേസ് ബുക്കിൽ കാണിക്കുക, അല്ലാതെ അസറ്റ് ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നതല്ല പർച്ചേസ് ബുക്കിൽ കാണിക്കുക. അപ്പോൾ ഓപ്ഷൻ എ അല്ല ഉത്തരം. ഓപ്ഷൻ ബി ജേണൽ പ്രോപ്പർ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജേണൽ പ്രോപ്പർ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കാരണം അസറ്റ് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയാൽ അത് നമ്മൾ ഈ ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജേണൽ പ്രോപ്പർ ആണ്. ഓപ്ഷൻ സി ക്യാഷ് ബുക്ക് അല്ല. കാരണം ഇവിടെ അസറ്റ് വാങ്ങിയത് ക്യാഷിനല്ല, കമ്പ്യൂട്ടർ വാങ്ങിയത് ക്യാഷിനല്ല, കടത്തിനാണ്, ക്രെഡിറ്റിനാണ് വാങ്ങിയത്. ഈ കമ്പ്യൂട്ടർ ക്രെഡിറ്റിനല്ല ക്യാഷിനാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അത് നമ്മൾ ക്യാഷ് ബുക്കിൽ കാണിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അസറ്റ് വാങ്ങുന്നത് ക്രെഡിറ്റിനാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആയത്, ജേണൽ പ്രോപ്പർ ആയത്. ഓപ്ഷൻ ഡി സെയിൽസ് ബുക്ക് അല്ല. കാരണം സെയിൽസ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ആണ് കാണിക്കുക. ഇവിടെ നമ്മൾ പർച്ചേസ് ആണ് നടത്തിയിട്ടുള്ളത്, ക്രെഡിറ്റ് പർച്ചേസ് ആണ് നടത്തിയിട്ടുള്ളത്, അസറ്റാണ് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ അസറ്റ് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയാൽ നമ്മൾ കാണിക്കുന്ന പുസ്തകമാണ് ജേണൽ പ്രോപ്പർ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജേണൽ പ്രോപ്പർ ആണ്. അടുത്ത ക്വസ്റ്റ്യന് 2018 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. രമേശ്, എ ഡീലർ ഓഫ് ടെലിവിഷൻ, സോൾഡ് ആൻ ഓൾഡ് ഫർണിച്ചർ ടു റഫീഖ് ഫോർ ₹3,000 ഓൺ ക്രെഡിറ്റ്. രമേശ് ഒരു ഡീലറാണ്, ടെലിവിഷൻ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. ടെലിവിഷൻ്റെ ഒരു ഡീലറാണ് രമേശ് തൻ്റെ സ്ഥാപനത്തിലെ പഴയ ഫർണിച്ചർ റഫീഖിന് 3000 രൂപയ്ക്ക് കടത്തിന് വിറ്റു. ഐഡൻറ്റിഫൈ ദ ഡേ ബുക്ക് ടു റെക്കോർഡ് ദിസ് ട്രാൻസാക്ഷൻ. രമേശ് ഈ ഒരു ഇടപാട് അദ്ദേഹത്തിൻ്റെ ഏത് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പർച്ചേസ് ഡേ ബുക്ക്, ഓപ്ഷൻ ബി ജേണൽ പ്രോപ്പർ, ഓപ്ഷൻ സി സെയിൽസ് ഡേ ബുക്ക്, ഓപ്ഷൻ ഡി ക്യാഷ് ബുക്ക്. നമുക്കറിയാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജേണൽ പ്രോപ്പർ ആണ്. കാരണം രമേശ് തൻ്റെ അസറ്റായിരുന്ന ഫർണിച്ചർ കടത്തിനാണ് റഫീഖിന് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആയ ജേണൽ പ്രോപ്പറിലായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2018 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് ഔട്ട് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് മെയിൻറ്റെയിനിങ് പെറ്റി ക്യാഷ് ബുക്ക്. ഒരു സ്ഥാപനത്തിൽ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ടുള്ള 2 അഡ്വാൻറ്റേജ്, 2 ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ 2 അഡ്വാൻറ്റേജസ്.
ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മണി. നമുക്ക് പണം എഫിഷ്യൻ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ് പെട്ടി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. കാരണം നമ്മൾ പെട്ടി ക്യാഷ് ബുക്കിൽ ചെറിയ ചെറിയ ഇടപാടുകൾ പോലും ക്യാഷ് പേയ്മെൻറ്റുകൾ പോലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മണീൻ്റെ മുകളിൽ പണത്തിൻ്റെ മുകളിൽ നമുക്ക് എഫിഷ്യൻ്റായിട്ട് കൺട്രോൾ നടത്താൻ സാധിക്കുമെന്നതാണ്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. 2, നോ റിയൽ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് മണി. ഈ പെട്ടി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പണത്തിൻ്റെ യഥാർത്ഥ ഇൻഫ്ലോയും റിയൽ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ്. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷാണ്. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ക്യാഷാണ്. അപ്പോൾ ഈ പണത്തിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും മനസ്സിലാക്കാൻ പണം വരുന്നതും പോകുന്നതും കൂടി മനസ്സിലാക്കാൻ എന്ത് സഹായിക്കും? പെറ്റി ക്യാഷ് ബുക്ക് സഹായിക്കും എന്നതാണ്. അപ്പോൾ ഇതാണ് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ 2 അഡ്വാൻറ്റേജസ്. അടുത്ത ക്വസ്റ്റ്യന് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നെയിം ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദി ഫോളോയിങ് സ്പെഷ്യൽ ജേണൽ. താഴെ കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ ജേണലുകളിൽ താഴെ കൊടുത്തിരിക്കുന്ന പുസ്തകത്തിൽ ഒരു അക്കൗണ്ടൻറ്റ് ഏത് ഡോക്യുമെൻറ്റിൽ നോക്കിയിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്ന പുസ്തകത്തിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്കിൽ ഒരു അക്കൗണ്ടൻറ്റ് ഏത് സോഴ്സ് ഡോക്യുമെൻ്റ് നോക്കിയിട്ടാണ് ട്രാൻസാക്ഷൻ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക? പർച്ചേസ് ബില്ലുകളിലെ ട്രാൻസാക്ഷൻസ് നോക്കിയിട്ടാണ് പർച്ചേസ് ബുക്കിലേക്ക് ഒരു അക്കൗണ്ടൻറ്റ് റെക്കോർഡ് ചെയ്യുക, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പർച്ചേസ് ബില്ലാണ്. അടുത്തത് പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്കിലേക്ക് ഒരു അക്കൗണ്ടൻറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ്, സോഴ്സ് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് പർച്ചേസ് റിട്ടേൺ ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അടുത്തത് സെയിൽസ് റിട്ടേൺ ബുക്ക്. സെയിൽസ് റിട്ടേൺ ബുക്കിലേക്ക് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന സോഴ്സ് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് സെയിൽസ് റിട്ടേൺ ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2015 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡാഷ് ഈസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻ്റ് ഏതാണെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഡെബിറ്റ് നോട്ടാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. കാരണം ഡെബിറ്റ് നോട്ട് നോക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ പർച്ചേസ് റിട്ടേൺ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഡെബിറ്റ് നോട്ട് എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യന് 2014 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എ മിഷനറി പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഡാഷ്. മിഷനറി കടത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ പർച്ചേസ് ഡേ ബുക്ക്, ഓപ്ഷൻ ബി സെയിൽസ് ഡേ ബുക്ക്, ഓപ്ഷൻ സി പർച്ചേസ് റിട്ടേൺ ബുക്ക്, ഓപ്ഷൻ ഡി ജേണൽ പ്രോപ്പർ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ജേണൽ പ്രോപ്പർ എന്നാണ്. കാരണം ഇവിടെ മിഷനറി എന്ന് പറയുന്ന അസറ്റ് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജേണൽ പ്രോപ്പറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.